നമസ്കാരം. ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം അതൊരു ലോകമഹായുദ്ധമായി മാറുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ. പ്രത്യേകിച്ചും ഇപ്പോൾ വലിയ ഭീതിയിലാണ് അമേരിക്കൻ ഭരണകൂടവും. ഇക്കാര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. മേഖലയിൽ ഒരു യുദ്ധമുണ്ടാകുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് ബൈഡൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധവ്യാപനത്തിൻ്റെ കൂടുതൽ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലെബനനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ തുടരുന്ന ഈ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 105ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ട് ലെബനീസ് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ബെയ്റൂട്ടിൽ തുടർച്ചയായിട്ടുള്ള 7ാം ദിനത്തിലേക്കാണ് ഇപ്പോൾ വ്യോമാക്രമണം കടന്നിരിക്കുന്നത്. ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധത്തിന് ഒരുങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയ്ക്ക് പിന്നാലെ മറ്റൊരു നേതാവായ നബീൽ കൗഖിനെയും ഇസ്രായേൽ സേന ഇപ്പോൾ വധിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള സെൻട്രൽ കൗൺസിൽ ഉപമേധാവി നബീൽ കൗഖ് ശനിയാഴ്ച വൈകിട്ട് ബെയ്റൂത്തിലെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹസൻ നസ്രുള്ളയുടെ വധം അത് രാജ്യത്ത് പുറത്തും ഇപ്പോൾ കനത്ത പ്രതിഷേധം പടർത്തുകയും അതുപോലെ തന്നെ പ്രതികാര നടപടികൾക്ക് സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ തുടരുന്ന ഈ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബിക്ക താഴ്വര അതുപോലെ തന്നെ സിറിയൻ അതിർത്തിയിലെ അൽ ഖുസൈർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഞായറാഴ്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങുകയുണ്ടായി. ബെയ്റൂത്തിലാകട്ടെ ഹിസ്ബുള്ളയുടെ ഖദർ വിഭാഗം കമാൻഡർ അബു അലി റിദയെ ലക്ഷ്യമിട്ടതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. യമനിൽ ഹൂതി ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ഇസ്രായേൽ ഇപ്പോൾ വ്യോമാക്രമണങ്ങൾ നടത്തുകയാണ്. ഹുദൈദ, റാസ്, ഇസ നഗരങ്ങളിലെ ഊർജ്ജ നിലയങ്ങളിലും തുറമുഖങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 4 പേരോളം മരണപ്പെടുകയുണ്ടായി. ശനിയാഴ്ച ഇസ്രയേലിലെ ബെൻ ഗൂറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകളും അയച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് വ്യോമാക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയും ലെബനനിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഏതാണ്ട് നിരവധി ആളുകളും കൊല്ലപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ബൈഡൻ ഈ ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 300-ലധികം ആളുകളാണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതേസമയം എപ്പോഴാണ് നെതന്യാഹുവുമായിട്ട് ഇക്കാര്യം സംസാരിക്കുന്നത് എന്ന കാര്യം ബൈഡൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വധിച്ചത് ഭീകരപ്രസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയായി എന്നാണ് അമേരിക്കയും ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ തന്ത്രപരമായി നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ മികച്ച പ്രതിരോധ പങ്കാളിയാണ് അമേരിക്ക. ഹമാസിനെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെയും പോലെയുള്ള ഭീകര സംഘടനകളെ അമർച്ച ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയ രാജ്യവുമാണ് അമേരിക്ക. ഇന്നലെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലെബനനിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. തലസ്ഥാനമായ ബെയ്റൂട്ടിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിഡോൺ പട്ടണത്തിൽ മാത്രം ഏതാണ്ട് 100ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വടക്കൻ പ്രവിശ്യയായ ബാൽബക്ക് ഹെർമലിൽ 21 പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ബെയ്റൂട്ടിലെ ഒരു സുപ്രധാന കേന്ദ്രത്തിലേക്ക് തങ്ങൾ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ ആകട്ടെ ആ സ്ഥലം ഏതാണെന്ന് പോലും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. ജനവാസ മേഖലകളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും അവിടെ വീടുകൾ തകർന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുമൊക്കെയാണ് ലെബനൻ ഇപ്പോൾ ആരോപിക്കുന്നത്. തകർന്നു വീണ പല വീടുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ പലരും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ലെബനൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന വാർത്താ റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ബോംബ് വർഷത്തിൽ ഏതാണ്ട് 14ഓളം ഡോക്ടർമാർ കൊല്ലപ്പെട്ടുവെന്നും ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോഴും പുക ഉയർന്നതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഹിസ്ബുള്ള തലവനെ വധിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂതി വിമതർക്ക് അവർക്ക് നേരെ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയതും ഈ മേഖലയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുകയാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നതിന് തൊട്ടു മുൻപ് ഹൂതികൾ ബെൻഗുറിയോൻ വിമാനത്താവളത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ ആകട്ടെ പ്രത്യാക്രമണം നടത്തുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഹൂതികൾ അവരുടെ കൈവശമുള്ള ഇന്ധന ടാങ്കറുകളിൽ നിന്ന് പോലും എണ്ണ നീക്കം ചെയ്തതായിട്ടും സൂചനയുണ്ട്. അതിനിടെ അമേരിക്കൻ ഭരണകൂടം നേരത്തെ അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വെച്ച 21 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം അത് ഇപ്പോൾ വീണ്ടും സജീവമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്നാൽ ഈ ഒരു കാര്യം അതൊരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന നിലപാടിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. 21 ദിവസം സമയം ലഭിച്ചാൽ
ഹിസ്ബുള്ളയ്ക്ക് ഈ കാലയളവിൽ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തി വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ കരുതുന്നത്. അതേസമയം ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇറാനും രംഗത്ത് വരുന്നുണ്ട്. അനുയോജ്യമായിട്ടുള്ള സമയത്ത് തന്നെ മറുപടി ലഭിക്കുമെന്നും ഇറാൻ സ്ട്രാറ്റജിക് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് സറീഫ് വ്യക്തമാക്കുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയുടെ അനുസ്മരണ ചടങ്ങിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. അതേസമയം ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നസ്രുള്ളയുടെ മൃതദേഹം ലെബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂത്തിലെ ദക്ഷിണ പ്രാന്ത പ്രദേശങ്ങളിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെടുത്തത്. അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള റോയിറ്റേഴ്സാണ് ലെബനൻ സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ നസ്രുള്ളയുടെ ഭൗതിക ദേഹത്തിൽ ഒരു പോറൽ പോലും കണ്ടെത്താനായില്ല എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ. ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ഛിന്നഭിന്നമായതായാണ് നേരത്തെ വന്നിരുന്ന വാർത്താ റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിൻ്റെ ശക്തമായിട്ടുള്ള ആഘാതത്തിലായിരിക്കാം മരണമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അതേസമയം ഇതുതന്നെയാണോ യാഥാർത്ഥ്യമെന്നും വ്യക്തമല്ല. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടുമില്ല. നസ്രുള്ള എവിടെയാണ് എന്നത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇസ്രായേൽ ഇൻ്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തലുകളുണ്ടായിരുന്നു. 64-കാരനായ നസ്രുള്ളയുടെ മരണത്തിൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നേതൃത്വം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെല്ലാം തന്നെ പോകുന്നത്. ബെയ്റൂത്തിലെ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 105ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 359ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 5 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ബോംബിട്ടതായിട്ടാണ് വിവരങ്ങൾ. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം ശരിയായ സമയത്ത് തന്നെ ലഭിക്കും. അത് ഇറാന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉന്നത തലങ്ങളിൽ നിന്നും തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ജവാദ് സരീഫ് വ്യക്തമാക്കുന്നത്. അതിനിടെ ലെബനന് പിന്തുണയുമായിട്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ലെബനൻ സ്പീക്കർ നബീഹ് ബെറിയെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹം ഈ ഒരു പിന്തുണ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നസ്രുള്ളയുടെ മരണത്തിൽ ഇറാൻ സ്പീക്കർ അനുശോചനം അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് ഈ പിന്തുണ വ്യക്തമാക്കി. ഇതാണ് ഇപ്പോൾ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനൻ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് ദിവസം കൂടുന്തോറും ഇങ്ങനെ കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എന്നത്തെയും പോലെ തന്നെ ലെബനൻ ജനതയ്ക്കൊപ്പം തന്നെ നിൽക്കുമെന്നും ഇറാന്റെ സ്പീക്കർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയും മുഹമ്മദ് ബഗർ ഖാലിബാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം തന്നെ US പങ്കാളിയാണെന്നും പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് ലെബനൻ സ്പീക്കർ ബെറിയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബെയ്റൂത്തിൽ വെച്ച് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവർ ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നിഷ്ഠൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണെന്നും അത് മറുപടിയില്ലാതെ പോകില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖിയും പറയുകയുണ്ടായി. ഹസൻ നസ്രുള്ളയ്ക്കൊപ്പമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് നിൽഫോർഷാനും ഇപ്പോൾ കൊല്ലപ്പെടുന്നത്. ഇറാന്റെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരുന്ന IRGCയുടെ ഓപ്പറേഷൻസ് കമാൻഡിൻ്റെ മേൽനോട്ടം ഇറാന്റെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരുന്ന IRGCയുടെ ഓപ്പറേഷൻ കമാൻഡ്സിന്റെ മേൽനോട്ടം ഇദ്ദേഹത്തിനായിരുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.